ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൽ നമ്മളിന്ന് സ്റ്റാഫിംഗ് എന്ന മാനേജ്മെൻറ്റ് ഫംഗ്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. മാനേജ്മെൻറ്റ് എന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്നിങ്ങനെ 5 വ്യത്യസ്ത ഫംഗ്ഷനുകൾ മാനേജ്മെൻറ്റിനുണ്ട് എന്ന് നമുക്കറിയാം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയാലും, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആയാലും, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ആയാലും, മാനേജ്മെൻറ്റ് വിവിധ തലങ്ങളിൽ കാര്യങ്ങൾ കാര്യക്ഷമമായി നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആവശ്യത്തിന് ആളുകൾ ഉണ്ടായിരിക്കണം, മാൻ പവർ ഉണ്ടായിരിക്കണം എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. സോ സ്റ്റാഫിംഗ് എന്താണ് അതിൻ്റെ മീനിങ്? വാട്ട് ഡു യു മീൻ ബൈ സ്റ്റാഫിംഗ്? സ്റ്റാഫിംഗ് മീൻസ് പുട്ടിംഗ് പീപ്പിൾ ടു ജോബ്സ്. ആളുകളെ ജോലികളിൽ നിയോഗിക്കലാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് മീൻസ് പുട്ടിംഗ് പീപ്പിൾ ടു ഡിഫറെൻറ്റ് ജോബ്സ്. അതായത് സ്ഥാപനത്തിൽ അപ്പോഴുണ്ടാകുന്ന ജോബ് വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ടുള്ള ആളുകളെ, റൈറ്റ് പേഴ്സൺസിനെ, ശരിയായ വ്യക്തികളെ ശരിയായ ജോലിക്ക് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. HRMന്റെ ഭാഗമാണ് സ്റ്റാഫിംഗ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമാണ് സ്റ്റാഫിംഗ്. തീർച്ചയായിട്ടും സ്റ്റാഫിംഗ് എളുപ്പം നടക്കുന്ന കാര്യമല്ല. പല പല ഘട്ടങ്ങളിലൂടെ മാത്രമാണ് സ്റ്റാഫിംഗ് പ്രോസസ്സ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. സ്റ്റാഫിംഗ് ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മാത്രം കംപ്ലീഷൻ ലെവലിൽ എത്തുന്നതിനൊക്കെ നമുക്ക് പ്രോസസ്സ് എന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് സ്റ്റാഫിംഗ് ഒരു പ്രോസസ്സാണ്. അതായത് മനുഷ്യ വിഭവം എത്രമാത്രം നമ്മുടെ സ്ഥാപനത്തിന് വേണം എന്ന് നമ്മൾ കണ്ടെത്തുന്നത് മാൻ പവർ പ്ലാനിങ് എന്നതാണ്. അത് കഴിഞ്ഞാൽ ആ എത്ര ആള് ഏതേത് തരം ക്വാളിഫിക്കേഷനുള്ള, ഏതേത് തരം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള, എത്ര ഏജ് ലിമിറ്റിലൊക്കെ ഉള്ള ആൾക്കാരെ വേണം, വാട്ട് കൈൻഡ് ഓഫ് മാൻ പവർ ആണ് വേണ്ടത്, ഏതേത് വേക്കൻസി ഫില്ല് ചെയ്യാനാണ് വേണ്ടത്, അക്കൗണ്ടന്റുമാരുടെ വേക്കൻസി ഫില്ല് ചെയ്യാനാണോ, ക്ലർക്കുമാരുടെ വേക്കൻസി ഫില്ല് ചെയ്യാനാണോ, അല്ലെങ്കിൽ പ്യൂൺമാരുടെ വേക്കൻസി ഫില്ല് ചെയ്യാനാണോ, മാൻ പവർ ഏത് വെറൈറ്റി ആണ്, അല്ലെങ്കിൽ സീനിയർ ഓഫീസർമാരുടെ വേക്കൻസി ആണോ ഫില്ല് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള മാൻ പവർ ആണ് വേണ്ടത്, അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും, അതായത് അതിൻ്റെ എണ്ണവും അതിൻ്റെ ടൈപ്പും അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ആദ്യം ഒന്ന് കമ്പനി പ്ലാൻ ചെയ്യുക. എന്നിട്ട് വേണം ഈ വേക്കൻസികൾ ഫില്ല് ചെയ്യാനായിട്ട് ആളെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കാൻ. അതായത് ഈ പരസ്യം കൊടുത്ത് പത്രത്തിൽ പരസ്യം കൊടുക്കാം, ഇന്റർനെറ്റിലൂടെ പരസ്യം കൊടുക്കാം, എംപ്ലോയ്മെന്റ് ഡാറ്റ ബാങ്ക് പരസ്യം കൊടുക്കാം. അങ്ങനെ പുറത്ത് പരസ്യം കൊടുത്ത് ആളെ കണ്ടെത്തുന്നതിന് റിക്രൂട്ട്മെന്റ് എന്നാണ് പറയുന്നത്. എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ആളെ കണ്ടെത്തുന്നതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് റിക്രൂട്ട്മെന്റ്. അപ്പോൾ തൊഴിലാളികളെ നമ്മുടെ സ്ഥാപനത്തിന്റെ വേക്കൻസിയിൽ അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന, എംപ്ലോയീസിന് നമ്മുടെ കമ്പനിയിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അതായത് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിന്, നമ്മുടെ ഭാവിയിൽ നമ്മുടെ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആകാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ നമ്മുടെ കമ്പനിയിലേക്ക് ജോലിക്ക് അപേക്ഷിക്കാൻ പെർസ്യൂ ചെയ്യുന്ന പണിയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയാം. സോ റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് ടാസ്ക് ആണ്. കാരണം എല്ലാവർക്കും ഇവിടെ വേക്കൻസി ഉണ്ട്, ജോലിക്ക് അപേക്ഷ കൊടുക്കൂ എന്ന് പറയുമ്പോൾ സന്തോഷമാകുന്ന കാര്യമാണ്. എല്ലാവരെയും അല്ലെങ്കിലും കൂടുതൽ പേരെയും സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റിന് ശേഷം നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെലക്ഷനാണ്. 100 പേര്, നമുക്ക് 2 വേക്കൻസി ഉള്ളെങ്കിൽ ചിലപ്പോൾ 100 പേര് വരെ അപേക്ഷിച്ചേക്കാം. പക്ഷേ നമ്മൾക്ക് അതിൽ നിന്ന് 98 പേരെയും ഒഴിവാക്കേണ്ടി വരും. നമുക്ക് 2 പേരെ മാത്രമാണ് നമുക്ക് ചിലപ്പോൾ സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണമാണ് സെലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്ലേസ്മെന്റ് ആണ്. ആ സെലക്ട് ചെയ്യുന്നവരെ പിന്നീട് നമ്മൾ ജോലിക്ക് നിയോഗിക്കും. അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്, ഡെവലപ്മെന്റൽ കോൺഫറൻസുകളൊക്കെ പങ്കെടുപ്പിച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരുടെ റെമ്യൂണറേഷൻ, സാലറി, ഇൻസെൻറ്റീവ് അങ്ങനെയുള്ള പാക്കേജസ് ഒക്കെ കൊടുത്ത് അതിനുശേഷം അവരുടെ പ്രകടനം എത്രമാത്രം ഉണ്ടെന്ന് വിലയിരുത്തിയിട്ടാണ് പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പെർഫോമൻസ് അപ്രൈസൽ എന്നാണ് പറയുന്നത്. പ്രകടനം വിലയിരുത്തൽ, ജോലി കാര്യക്ഷമത വിലയിരുത്തൽ, അതിന് പല സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് അവർക്ക് വേണ്ടുന്ന പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഇത്രയും സ്റ്റെപ്സ് നമുക്ക് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ മിനിമം പറയാൻ സാധിക്കും എന്നതാണ്. ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് ചിലപ്പോൾ സ്റ്റാഫിംഗ് പ്രോസസ്സിൻ്റെ ഉള്ളിലാണ് ഉള്ളതെന്ന് പറയാം. പ്ലാനിങ്ങിനും ഒരു പ്രോസസ്സ് ഉണ്ട്. പ്ലാനിങ് പ്രോസസ്സിനകത്ത് ഇതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്സ് എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ ഓർഗനൈസിങ്ങിനും അതിൻ്റെതായ സ്റ്റെപ്സ് ഉണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, ദെൻ സ്റ്റാഫിംഗ് മൂന്നാമത്തെ. പക്ഷേ സ്റ്റാഫിങ്ങിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് പ്രോസസ്സിനകത്ത് വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതോടെ സ്റ്റാഫിംഗ് എങ്ങനെയാണ് ആരംഭിക്കുന്നത്? സ്റ്റാഫിംഗ് പ്രോസസ്സ് അത് ആരംഭിക്കുന്നത്, ഇറ്റ് ബിഗിൻസ് വിത്ത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ്
includes different other functions like recruitment, selection, training, development, promotion and performance appraisal of workforce. നമ്മുടെ ടോട്ടൽ വർക്ക് ഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, പ്രൊമോഷൻ, അതുപോലെ തന്നെ അത് അവരുടെ പ്രകടനം വിലയിരുത്തൽ, പെർഫോമൻസ് അപ്രൈസൽ നടത്തൽ, ഇങ്ങനെ പല രീതികളിലൂടെയാണ് തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാഫിംഗ് പ്രോസസ്സ് നടപ്പിലാക്കുന്നത്. എന്താണ് സ്റ്റാഫിങ്ങിന്റെ പ്രാധാന്യം? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്? ഇത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ്. സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഹെൽപ്സ് ഇൻ ദ എഫിഷ്യന്റ് പെർഫോമൻസ് ഓഫ് അതർ ഫംഗ്ഷൻസ്. മറ്റ് ഫംഗ്ഷനുകളുടെ കാര്യക്ഷമമായ നടത്തിപ്പിന് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ പ്രധാനമാണ്. ഫോർ ദ എഫിഷ്യന്റ് പെർഫോമൻസ് ഓഫ് അതർ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, സ്റ്റാഫിംഗ് ഈസ് ഇറ്റ്സ് കീ. സ്റ്റാഫിംഗ് അതിന്റെ ഒരു കീ ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. കാരണം സ്റ്റാഫ് ഉണ്ടെങ്കിലേ എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ജോലിയും കാര്യക്ഷമമാക്കാനായിട്ട് ആവശ്യത്തിന് സ്റ്റാഫ് വേണം. എണ്ണത്തിൽ കുറവ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ വർക്ക് എഫിഷ്യന്റ് ആവില്ല. അതുകൊണ്ട് പ്രോപ്പർ സ്റ്റാഫിങ്, റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ അപ്പോയിന്റ് ചെയ്യുന്ന പണി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പ്രത്യേകത, മാക്സിമം ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നമുക്ക് നടത്തണം എന്ന് നമ്മുടെ കമ്പനി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമല്ലേ കമ്പനിയുടെ പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മുടെ കമ്പനിയിലുള്ള റിസോഴ്സസിനെ ഏറ്റവും നന്നായി, ഏറ്റവും കാര്യക്ഷമമായി വിനിയോഗിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരിയായ സ്റ്റാഫിംഗ് നടത്തണം എന്നർത്ഥം. അതായത് കമ്പനിയുടെ റിസോഴ്സസ് നന്നായി ഉപയോഗിക്കണം. എന്തൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മെഷീൻ, ഇതൊക്കെ ബിൽഡിംഗ്, ഇതൊക്കെ കമ്പനിയുടെ റിസോഴ്സസ് ആണ്. ഈ ഓർഗനൈസേഷൻ്റെ ഈ റിസോഴ്സസിനെ എഫിഷ്യൻ്റ് ആയിട്ടും ഇഫക്റ്റീവായിട്ടും യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള മാൻ പവർ വേണം. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മാൻ പവറിനെ അപ്പോയിന്റ് ചെയ്യണം സ്ഥാപനത്തിൽ. എങ്കിൽ മാത്രമാണ് നമ്മുടെ കമ്പനിയുടേത്, നമ്മുടെ സ്ഥാപനത്തിൻ്റെത്, നമ്മുടെ ഓർഗനൈസേഷൻ്റെത് നല്ലൊരു സ്റ്റാഫിംഗ് സിസ്റ്റം ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന ആരെയെങ്കിലും ഒക്കെ എടുത്ത് അപ്പോയിന്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പിന്തുടരുന്നത് എങ്കിൽ ഓർമ്മിക്കുക, ഒരിക്കലും നമ്മുടെ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഒരിക്കലും നമ്മുടെ കമ്പനിക്ക് ഒരു സ്റ്റഡി ആയ ഗുഡ്വിൽ നിലനിർത്താൻ കഴിയില്ല. കാരണം കയ്യിൽ കിട്ടുന്ന ആളുകളെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. പകരം വെൽ ക്വാളിറ്റി ഉള്ള, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അത് എഫിഷ്യൻ്റ് ആയിട്ട് അവർ നമ്മുടെ സ്ഥാപനത്തിലെ മണി, മെറ്റീരിയൽ, മെഷീൻ എന്നിങ്ങനെയുള്ള റിസോഴ്സസിനെ നന്നായി ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഡെവലപ്മെന്റ് ആണ് മറ്റൊരു കാര്യം. അനദർ ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്. സിൻസ് മാനേജ്മെന്റ് ഈസ് റിക്വയർഡ് ടു ഡിറ്റർമൈൻ in advance the manpower requirements, therefore it has to train and develop the existing personnel for career advancement. അതായത് പരിശീലനം കൊടുക്കുമ്പോഴാണ് അവർക്ക് അവരുടെ തൊഴിലിൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാകാൻ സാധിക്കുള്ളൂ. കരിയർ അഡ്വാൻസ്, ദിസ് വിൽ മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ കമ്പനി ഇൻ ദ ഫ്യൂച്ചർ. കമ്പനിയുടെ ഫ്യൂച്ചറിലെ കമ്പനിയുടെ റിക്വയർമെന്റ്സിനെ ഇത് മീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെന്ന് പറയാം. സോ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസിനെ നമുക്ക് ഒപ്റ്റിമമായി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഓൾസോ എ ഹ്യൂജ് എമൗണ്ട് ഈസ് സ്പെൻഡ് ഓൺ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസിന്റെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ് എന്നീ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഹ്യൂജ് എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നർത്ഥം. കേട്ടോ, എങ്ങനെയാണ്? എംപ്ലോയീസിന്റെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, ഇതിന് തീർച്ചയായിട്ടും നല്ല പണം എന്തിനാണ്? ടു ഗെറ്റ് ദ ഒപ്റ്റിമം ഔട്ട്പുട്ട്. നമുക്ക് ഏറ്റവും നല്ല ഒപ്റ്റിമം ഔട്ട്പുട്ട് കിട്ടുന്നതിന് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഷുഡ് ബി പെർഫോംഡ് ഇൻ ആൻ എഫിഷ്യന്റ് മാനർ. സ്റ്റാഫിംഗ് ഫംഗ്ഷൻ നമുക്ക് വളരെ കാര്യക്ഷമമായ രീതിയിൽ പെർഫോം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് ഉൽപാദനക്ഷമത, സ്ഥാപനത്തിന്റെ ഉൽപാദന ചെലവ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അതായത് ശരിയായ ആളെ ശരിയായ ജോലിക്ക് അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവർക്ക് വേസ്റ്റേജസ് ഒന്നും വരുത്താൻ സാധിക്കില്ല, മിസ്റ്റേക്കുകൾ ഉണ്ടാവില്ല. കാരണം അവർ എക്സ്പീരിയൻസ്ഡ് ആണ്, റൈറ്റ് പേഴ്സണെ തന്നെയാണ് റൈറ്റ് പൊസിഷനിൽ, ജോബ് പൊസിഷനിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ വരുത്തുന്ന എറർ കുറവായിരിക്കും, തീർച്ചയായിട്ടും വേസ്റ്റേജസ് കുറവായിരിക്കും, റോ മെറ്റീരിയലൊന്നും അവർ പാഴാക്കില്ല, ടൈം പാഴാക്കില്ല. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഉൽപാദനത്തിന്റെ ചെലവ് കുറയുന്നു എന്നുള്ളതാണ്. ഇനി ഇഫക്റ്റീവ് യൂസ് ഓഫ് ടെക്നോളജിയും മറ്റു കാര്യങ്ങളുമാണ്. അതായത് എന്തെല്ലാം കാര്യങ്ങൾ ടെക്നോളജി ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കണം, ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇറ്റ് ഈസ് ദ ഹ്യൂമൻ ഫാക്ടർ that is instrumental in the effective utilization of latest technology, capital, material, etc. The management can ensure the right kind of personnel by performing a staffing function. Technology automates a repetitive and time consuming task. റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ
ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്ന ടെക്നോളജിക്ക് കഴിയുന്നു. സച്ചാസ് പേറോൾ. എന്താണ് പേറോൾ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് രജിസ്റ്റർ ഉണ്ടാക്കുക. ഉദാഹരണത്തിന് സാലറി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പേയ്മെന്റ് രജിസ്റ്ററിൽ എഴുതുന്നത്. ബേസിക് സാലറി എത്രയാണ്, DA എത്രയാണ്, HRA എത്രയാണ്, ഡിയർനെസ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ് ഉണ്ടോ, ഇൻസെന്റീവുകൾ ഉണ്ടോ, അതെങ്ങനെയാണ് ആഡ് ആവുന്നത്, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ജോലികൾ, ടെക്നോളജികൾ ഒക്കെ നമുക്ക് ഈ ടെക്നോളജികൾ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന സ്റ്റാഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈസി ആയിട്ടും ക്വിക്കായിട്ടും അത്തരം കാര്യങ്ങൾ നിറവേറ്റാനായിട്ട് അവർക്ക് കഴിയും. സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ടെക്നോളജിയും പ്രോപ്പർ സ്റ്റാഫിങ്ങും തമ്മിൽ ബന്ധമുണ്ടെന്ന് അർത്ഥം. ടെക്നോളജി ക്യാൻ മേക്ക് the application process more engaging and efficient for candidates through AI assisted platforms. ജോലിക്ക് അപേക്ഷിക്കുന്ന ആപ്ലിക്കേഷനുകൾ സ്വീകരിക്കുന്നത് കൂടുതൽ ഫലപ്രദമാക്കാൻ സാധിക്കുന്നു. ആൻഡ് സ്ട്രീംലൈൻഡ് കമ്മ്യൂണിക്കേഷൻ, ആവശ്യത്തിന് പറ്റിയ ബെസ്റ്റ് ആൾക്കാരെ മാത്രമായിട്ട് ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട്, ഓറിയന്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താണ് പറയുക ഇന്റർവ്യൂകളും കാര്യങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്യാനും സെലക്ഷൻ പ്രോസസ്സും ഒക്കെ നടത്താനും സാധിക്കും. സോ ടെക്നോളജി ഒരുപാട് രീതിയിൽ സ്റ്റാഫിങ്ങിന് നമ്മളെ സഹായിക്കുന്നു. സ്റ്റാഫിങ്ങിന്റെ ബെനിഫിറ്റുകളെ കുറിച്ച് കൂടി പറയട്ടെ. അത് ബെസ്റ്റ് കാൻഡിഡേറ്റിനെ ശരിയായ ജോബിന് നമുക്ക് കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നു. സ്റ്റാഫിംഗ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ദ എന്റർപ്രൈസ് ബൈ എൻഷറിംഗ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്. റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന കാര്യം ഉറപ്പു തരാൻ ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിന് കഴിയുന്നു. അപ്പോൾ കമ്പനിയുടെ ഓവറോൾ എഫിഷ്യൻസിയും പെർഫോമൻസും ഉയരുന്നു. ബെറ്റർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി സ്ഥാപനത്തിന് ഉണ്ടാകുന്നു. ഇഫ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് ആർ ചോസൺ ഫോർ എ ജോബ്, then the company will definitely grow easily. മാൻ പവർ പ്ലാനിംഗ് ആണ് അടുത്തത്. സ്റ്റാഫിംഗ് എയ്ഡ്സ് ഇൻ മാൻ പവർ പ്ലാനിംഗ് ആൻഡ് പ്രോപ്പർ മാൻ പവർ യൂട്ടിലൈസേഷൻ. ഏത് തരത്തിലുള്ള എത്ര തൊഴിലാളികളെ വേണം എന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ കഴിയുന്നതിലൂടെ കൃത്യമായ അഡ്വർടൈസ്മെന്റും കൃത്യമായ റിക്രൂട്ട്മെന്റ് സ്റ്റൈലും സ്ട്രാറ്റജിയും, ഇന്റേണൽ റിക്രൂട്ട്മെന്റ് വേണോ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഹാർമണി. എന്താണ് ഹാർമണി? സമന്വയം അഥവാ സമതാളമാണ്. അതായത് നല്ല സ്റ്റാഫ് സ്ഥാപനത്തിലെ ഒത്തൊരുമ ഒക്കെ ഉണ്ടാകും. മോശമായ സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ അവിടെ പരസ്പരം വഴക്കും പ്രശ്നങ്ങളും സ്പർദ്ധയും ഉണ്ടാക്കി എന്നിരിക്കാം. സോ നല്ല ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള, മറ്റുള്ളവരോട് ഒത്തിണങ്ങി പോകാനുള്ള കഴിവുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കാത്ത ആൾക്കാർ, അതായത് ക്വാളിറ്റിയും മെറിറ്റും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ സോഫ്റ്റ് സ്കില്ലും അതുപോലെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധനയും ഒക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. അങ്ങനത്തെ സ്റ്റാഫിനെ എടുക്കുമ്പോൾ നമുക്ക് സ്ഥാപനത്തിന്റെ ഹാർമണി കൊണ്ടുവരാൻ സാധിക്കും. ഇല്ലാത്ത റോങ് ആയ സ്റ്റാഫിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ സ്ഥാപനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമേ സമയം കിട്ടുകയുള്ളൂ, ഹാർമണി ഉണ്ടാവില്ല എന്നർത്ഥം. സോ നല്ല സ്റ്റാഫിങ്ങിന്റെ ഗുണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്ത ഭാഗത്ത് പറയുന്നു സ്റ്റാഫിങ് HRMന്റെ ഒരു ചെറിയ പാർട്ടാണ് എന്ന കാര്യമാണ് പറയുന്നത്. HRM എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണെങ്കിൽ HRMന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഉള്ളിൽ വരുന്ന ഒരു കുഞ്ഞു കാര്യം മാത്രമാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക ഭാഗം മാത്രമാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. കാരണം ഹ്യൂമൻ റിസോഴ്സിനെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, അതിനുശേഷമാണ് സ്റ്റാഫിംഗ് നടക്കുന്നത്. സ്റ്റാഫ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സിന്റെ ജോലി തീരുന്നില്ല, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കണം, അവർക്ക് ട്രെയിനിങ്, ഡെവലപ്മെന്റ് കോൺഫറൻസ് തുടങ്ങി നടത്തണം. മാറ്റങ്ങൾ കമ്പനിയിൽ വരുമ്പോൾ മാറ്റങ്ങൾക്കനുസരിച്ച് അവരെ അഡ്ജസ്റ്റഡ് ആക്കണം, ചേഞ്ചിനെ മാനേജ് ചെയ്യണം, അവരുടെ ഹെൽത്ത് സേഫ്റ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് HRM ആണ്. അതുപോലെ തന്നെ അവരുമായിട്ട് നിത്യ സമ്പർക്കങ്ങൾ പുലർത്തുക, അവരുടെ പരാതികൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, മെയിൻറ്റെയിനിങ് എ ഗുഡ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ അവരുടെ പ്രകടനം വിലയിരുത്തുക, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഫൈൻഡിങ് ഔട്ട് ദ റൈറ്റ് പേഴ്സൺ ആൻഡ് അപ്പോയിന്റിങ് ഹിം ടു ദ റൈറ്റ് ജോബ് പൊസിഷൻ. ആ ഒരു കാര്യം സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് HRMന്റെ വിവിധ ഫംഗ്ഷനിൽ ഒരു ഫംഗ്ഷൻ മാത്രമാണ്. while HRM manages the full employee life cycle. ഒരു എംപ്ലോയിയുടെ മുഴുവൻ ലൈഫ് സൈക്കിളിലെയും കാര്യങ്ങൾ HRM നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റാഫിംഗ് is the specific part which is dedicated for ensuring the right person doing or appointed in the right role. ഇനി സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഡീൽസ് വിത്ത് ഹ്യൂമൻ എലമെന്റ്. സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എപ്പോഴും നോക്കുക മനുഷ്യ ഘടകമാണ് അവിടെ പ്രധാനം. റോ മെറ്റീരിയൽ അല്ല, മെഷീനറി അല്ല, ബിൽഡിംഗ് അല്ല, മറ്റൊന്നുമല്ല, ടെക്നിക്കൽ അല്ല, പണമല്ല അവിടെ ഡീൽ ചെയ്യുന്നത്. ഫിനാൻസ് മാനേജർ ഡീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും പണമാണ്,
ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെയാണ്, എന്നാൽ ഷെയർ മാർക്കറ്റ് ഒക്കെയാണെന്ന് പറയും. എന്നാൽ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എപ്പോഴും ഡീൽ ചെയ്യുന്നത് മനുഷ്യൻ എന്ന ഘടകമാണ്. ദിസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ വിജയത്തിന് പ്രധാനമാണ്. അത് അവിടെ വരുന്നു സ്റ്റാഫിങ്ങിന്റെ പ്രാധാന്യം. ആസ് ആൻ ഓർഗനൈസേഷൻ ഗ്രോ, ദ നമ്പർ ഓഫ് പീപ്പിൾ എംപ്ലോയിഡ് ഇൻക്രീസസ്. ഒരു സ്ഥാപനം വളർന്ന് വലുതാകുമ്പോഴല്ലോ സ്റ്റാഫിന്റെ എണ്ണം വല്ലാണ്ട് കൂടുന്നു. അപ്പോൾ HR എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നു. ദെൻ എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൾഡ് ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫോംഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് എക്സ്പേർട്സ്. അപ്പോൾ അവിടെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, എക്സ്പേർട്സ് ഉണ്ടാവും, ആളുകളെ കൈകാര്യം ചെയ്യുവാനായിട്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് പ്രൊക്യൂറിംഗ്, ഡെവലപ്പിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് അപ്രൈസിംഗ് കോമ്പറ്റന്റ് ആൻഡ് സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ്. HRM അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ആൾക്കാരെ സംഘടിപ്പിക്കൽ, പ്രൊക്യൂറിംഗ്, അവരെ വികസിപ്പിച്ചെടുക്കൽ, ട്രെയിനിങ്ങും മറ്റും കൊടുത്ത്, ഡെവലപ്പിംഗ്, മെയിൻറ്റെയിനിങ്, അവർക്ക് സാലറി, ഇൻസെൻറ്റീവ്, അവരുടെ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരുമായിട്ട് നിത്യസമ്പർക്കം പുലർത്തിക്കൊണ്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒക്കെ അവരെ നിലനിർത്തുന്നു. ആൻഡ് അപ്രൈസിങ് കോമ്പറ്റന്റ് ആൻഡ് സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ്. അപ്രൈസൽ നടത്തുക അവരുടെ ജോലിയുടെ ക്വാളിറ്റിയും അവരുടെ പ്രകടന നിലവാരവും വിലയിരുത്തുന്നതിനെയാണ് അപ്രൈസൽ നടത്തുക എന്ന് പറയുന്നത്. അതിന്റെ കോമ്പറ്റന്റ് ആയ ആൾക്കാരെ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ എപ്പോഴും സ്ഥാപനത്തിൽ പിടിച്ചു നിർത്തുക, അങ്ങനെ സ്ഥാപനത്തിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക. അപ്പോൾ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും ഒക്കെ നന്നായി നടക്കും. സ്റ്റാഫിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞത്. അതിൽ 8 സ്റ്റെപ്പുകൾ ഓർക്കുക: മാൻ പവർ പ്ലാനിംഗ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, റെമ്യൂണറേഷൻ, പെർഫോമൻസ് അപ്രൈസൽ, പ്രകടനം വിലയിരുത്തൽ, അല്ലെ? പ്രകടനം വിലയിരുത്തൽ, മൂല്യനിർണ്ണയം ചെയ്യലാണ്. അവരുടെ ജോലി എത്രമാത്രം പെർഫെക്റ്റ് ആണ്, അല്ലെ? ആവറേജ് വർക്കറെ നമുക്ക് കണ്ടെത്താൻ കഴിയും, സൂപ്പർ എക്സലന്റ് വർക്കറെ കണ്ടെത്താൻ കഴിയും, ബിലോ ആവറേജ് വർക്കറെ കണ്ടെത്താൻ കഴിയും. ഇതൊക്കെ പെർഫോമൻസ്, പ്രകടനം വിലയിരുത്തി കഴിയുമ്പോഴാണ്, അപ്രൈസൽ നടത്തി കഴിയുമ്പോഴാണ്. ദെൻ അതിനനുസരിച്ച് വേണം അവരെ പ്രൊമോട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ. അവരുടെ പ്രൊമോഷനും ട്രാൻസ്ഫറും ഒക്കെ തീരുമാനിക്കാൻ ഇത്തരം കാര്യങ്ങളും കൂടി പരിഗണിച്ചിട്ടാണ്. സ്റ്റാഫിംഗ് പ്രോസസ്സ് എന്ന സ്റ്റാഫിംഗ് എന്ന മാനേജ്മെന്റ് ഫംഗ്ഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സ്റ്റാഫിംഗ് പ്രോസസ്സ്.